കേരളം കണ്ട ഏറ്റവും വലിയ ഗാന്ധിയനും മദ്യവിരോധിയുമായ VM സുധീരൻ വീണ്ടും രംഗത്ത് വന്നു. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ച വിഷയത്തിൽ തിരുത്തൽ വേണമെന്നാണ് തികഞ്ഞ ഗാന്ധിയനായ സുധീരൻ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി സതീശന് സുധീരൻ കത്തയച്ചു. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ടു പോകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതര വിപത്തായ സാഹചര്യത്തിൽ കേരളത്തെ അതിൽ നിന്നും മുക്തമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നയങ്ങളും കർമ്മപദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്ന UDFന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനത്തിന് വിരുദ്ധമായി മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശം ബജറ്റിൽ വന്നത് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയുടെ അന്തസത്തക്ക് തന്നെ നിരക്കാത്തതാണ്. അത് ജനങ്ങളോടുള്ള വാഗ്ദാന ലംഘനമാണെന്ന് കൂടി VM സുധീരൻ ഈ കത്തിൽ പറയുന്നു. വീര്യം കുറഞ്ഞത് എന്ന പേരിൽ നടത്തുന്ന ഏതൊരു മദ്യവ്യാപനവും ആവൽക്കരമാണെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അതുകൊണ്ട് UDFന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നേരെ വിപരീതമായി മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശവുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകരുതെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. നേരത്തെ LDF സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ആ പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ UDF സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതേ വിഷയത്തിൽ പെട്രോളിനും ഡീസലിനും ഇല്ലാത്ത നികുതി ഇളവ് മദ്യത്തിന് നൽകിയിരിക്കുന്നത് ദുരൂഹമാണെന്നും കോടികളുടെ അഴിമതിയാണെന്നും ഇടത് MP ആയ AR റഹീമും പറയുന്നു. സാധാരണ ജനങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ₹1 പോലും നികുതി ഇളവ് നൽകാൻ മടിക്കുന്നവർ മദ്യത്തിന് ഈ ആനുകൂല്യം നൽകുന്നതിലെ യുക്തി എന്താണെന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി വിയർക്കും എന്നാണ് റഹീം പറയുന്നത്. UDFനായി തെരുവുകളിൽ തൊണ്ടപൊട്ടി പ്രസംഗിച്ച മദ്യവിരുദ്ധ സമിതിക്കാർ ഇപ്പോൾ എന്തു പറയുന്നു? എല്ലാത്തിനും വലിയ കൗതുകം AK ആന്റണിയുടെ നിലപാട് അറിയാനാണെന്നും മുഖ്യമന്ത്രി സതീശനെ ബക്കാടിയുടെ ഗന്ധമാണെന്നും കൂടെ റഹീം പരിഹസിക്കുന്നു. അതേസമയം മദ്യത്തിന് നികുതി ഇറക്കാനുള്ള തീരുമാനം ദുരൂഹമാണെന്നും ഇതിനു പിന്നിൽ മദ്യക്കമ്പനികളുടെ കച്ചവട താല്പര്യം കൂടി ഉണ്ടെന്നും പറയുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മദ്യത്തിന്റെ ഉപഭോഗം കുറക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കാലാകാലങ്ങളിൽ മദ്യത്തിന് ഉയർന്ന നികുതി സർക്കാർ ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ മദ്യത്തിന്റെ വില പകുതിയിലധികം കുറക്കുന്നത് ഇത് ആദ്യമാണ്. വില കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ സുലഭമായി ലഭ്യമാകുമ്പോൾ മദ്യത്തിന്റെ ഉപയോഗം കുത്തനെ വർദ്ധിക്കും. യുവതലമുറയെ വഴിതിരിച്ചേക്കാവുന്ന തെറ്റായ സമീപനമാണ് ഇപ്പോഴത്തെ മദ്യനയമെന്നും പിണറായി പറയുന്നു. സാമുദായിക സംഘടനകളും മുസ്ലിം ലീഗും എല്ലാം മദ്യോപയോഗം വർദ്ധിക്കുമെന്ന ആശങ്ക പലപ്പോഴായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മദ്യവിരുദ്ധ സംഘടനകളും ഈ വിഷയം ഉയർത്തിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാവി തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്.